കൈവാച്ചിൽ നിന്ന് കാലാവസ്ഥ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എനിക്കൊപ്പം ഉള്ളത് ഗൗതമാണ്. ഗൗതം, ഗുഡ് മോർണിംഗ്. നമസ്കാരം. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിനാന്തരീക്ഷ അവസ്ഥ? മഴയുണ്ടോ, വെയിലാണോ, അതോ മഞ്ഞാണോ, എന്താണ് കാര്യങ്ങൾ? ഇന്ന് പൊതുവേ ഒരു ശൈത്യകാല സാധാരണ ദിവസമായിരിക്കും എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ അന്തരീക്ഷ അവസ്ഥ എങ്ങനെയാണെന്ന്. ശൈത്യകാലത്തെ മനോഹരമായ ഒരു പ്രഭാതത്തിലാണ് നമ്മളുള്ളത്. അത്യാവശ്യം തണുപ്പൊക്കെയുള്ള പ്രഭാതങ്ങളാണ് കടന്നു പോകുന്നത്. ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും മുന്നറിയിപ്പുകളൊന്നും നിലനിൽക്കുന്നില്ല. അതായത് മഴ മുന്നറിയിപ്പുകളൊന്നും നിലനിൽക്കുന്നില്ല. പൊതുവെ മേഘാവൃതമായതോ നല്ല ചൂടുള്ളതോ ആയ ദിവസമായിരിക്കും ഇന്നുണ്ടാവുക. ജനുവരിയുടെ അവസാന ആഴ്ചകളിൽ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരുന്നു. അത് ഫെബ്രുവരി ആദ്യവാരത്തിലേക്ക് നീട്ടിയിട്ടില്ല. അതിനാൽ തന്നെ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകളില്ല. കേരളത്തിൻ്റെ കാലാവസ്ഥാ മാപ്പ് പരിശോധിച്ചാൽ പച്ച പുതച്ച് കിടക്കുന്ന മാപ്പാണ് നമുക്ക് കാണാൻ കഴിയുക. അതായത് ഇന്ന് ഗ്രീനാണ് കേരളത്തിൻ്റെ മാപ്പിൽ ഉള്ളത്. ഒരു ജില്ലകളിലും പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളില്ലാത്തതുകൊണ്ട് യെല്ലോ അലേർട്ടുകളോ ഓറഞ്ച് അലേർട്ടുകളോ റെഡ് അലേർട്ടുകളോ ഒന്നുമില്ല. അതേസമയം അപൂർവം ചിലയിടങ്ങളിൽ നേരിയ ചാറ്റൽ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. പൊതുവിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും ഇന്നും നാളെയും ഉണ്ടാകുക എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. അതേസമയം ലക്ഷദ്വീപ് പരിശോധിച്ചാൽ നാളെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇനി താപനിലയാണ്. സംസ്ഥാനത്തെ ഉടനീളം വരണ്ട കാലാവസ്ഥ തുടരുന്നുണ്ടെങ്കിലും താപനില വല്ലാതെ ഉയരുന്ന സാഹചര്യം നിലനിൽക്കുന്നില്ല. തിരുവനന്തപുരത്ത് ഉയർന്ന താപനില ഈ കാണുന്ന പോലെ തന്നെ 34 ഡിഗ്രി സെൽഷ്യസ് ആണ്. കണ്ണൂരിൽ അത് കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ ഇന്നത്തെ ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. കോഴിക്കോട് ഉയർന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. കണ്ണൂരിൽ 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് മുന്നറിയിപ്പുകൾ ഉള്ളത്, അല്ലെങ്കിൽ താപനിലയുടെ അവസ്ഥയുള്ളത്. മഴ മുന്നറിയിപ്പുകളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കില്ല. അതേസമയം തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 55 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഇക്കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. മറ്റൊരു പ്രശ്നങ്ങളുമില്ലാതെ ഇന്നൊരു സാധാരണ ദിവസമായി കടന്നുപോകും. സേതു.